അമിത് ആന്റണി 99.9870257 സ്കോറോടെ കേരളത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ എറണാകുളം ഇടപ്പള്ളി വലിയ വീട്ടിൽ എഞ്ചിനീയറായ ജോസഫ് സെബാസ്റ്റ്യന്റെയും ഡോക്ടറായ ബെറ്റ്സിയുടെയും മകൻ. കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിൽ +2 പഠനത്തിനൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിയാണ് അമിത് ആന്റണി ഇത്ര വലിയ വിജയം കരസ്ഥമാക്കിയത്. ഫിസിക്സിൽ 100% സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥി. കേരള രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അമിത്തിനെ ബ്രില്യന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ജോസഫ് സാറും രാജഗിരി പബ്ലിക് സ്കൂൾ ഡയറക്ടർ റെവറർ ഫാദർ പൗലോസ് കിടങ്ങനും ബഹുമാനപ്പെട്ട സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജസ്ന ഡോണും രാജഗിരി പബ്ലിക് സ്കൂളിൽ തന്നെ വെച്ച് ആദരിക്കുകയുണ്ടായി. വിജയത്തിന്റെ മധുരം പങ്കുവെച്ച് അമിത് ആന്റണി സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾക്ക് മാതൃകയായി. അമിതിൻ്റെ വീട്ടിൽ പോയിരുന്നു, കുട്ടികളുടെ വീട് സന്ദർശിക്കാനായിട്ട് 10th പോയപ്പോൾ അമിതിൻ്റെ വീട്ടിലും പോയിരുന്നു മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട്. നമ്മൾ പറഞ്ഞ കാര്യം അമിത് അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾ എന്ത് പറഞ്ഞോ അത് അമിത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇന്നലെ റിസൾട്ട് അറിഞ്ഞപ്പോൾ മുതൽ ബ്രില്യന്റിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് രാജഗിരി സ്കൂളിനെ സംബന്ധിച്ചും ഒരുപാട് നേട്ടത്തിൻ്റെ ഒരു സമയമായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ബാച്ച് തന്നെയാണ്. 2 ഇയറിൻ്റെ അമിത്തിൻ്റെ ബാച്ചാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച്. ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ കേരളത്തിലെ സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞാലും തിരിച്ചും പറഞ്ഞാൽ കേരളത്തിലെ മാർക്ക് ബേസിൽ ടോപ്പർ തന്നെയായിരുന്നു. ഔട്ട് ഓഫ് 300 288 ആണ് അമിത്തിൻ്റെ സ്കോർ. അതായത് ആകെ 75 ക്വസ്റ്റ്യനിൽ 3 എണ്ണം സ്കിപ്പ് ചെയ്തു. സമയത്ത് ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 3 എണ്ണം കൂടെ എഴുതിയതിനെ 100%. മാത്രമല്ല അതൊരു ഫിസിക്സിന് 100% മാർക്കോടെ തന്നെയാണ് സെക്കൻഡ് റാങ്കിലേക്ക് കൊണ്ടിരിക്കുന്നത്. അപ്പം അമിത്തിനെ പ്രത്യേകം ബ്രില്യന്റിൻ്റെ പേരിൽ രാജഗിരി സ്കൂളിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. അപ്പോൾ അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫോക്കസാണ് അവൻ്റെ മെയിൻ ആക്ച്വലി ടാർഗറ്റ്. അഡ്വാൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ 2 വർഷവും ഞാൻ ഈ ബാച്ചിൽ ഇവിടെ വരുന്നതാണ്. അപ്പം പലപ്പോഴും ഞങ്ങളുടെ പ്രൊഫസേഴ്സ് പോലും പറയുമ്പോൾ അമിത്തിൻ്റെ ബാച്ചാണെന്ന് പറയുമ്പോഴാണ് ടീച്ചേഴ്സിന് വരാൻ സന്തോഷമാണ്. അമിത്ത് പഠിക്കുന്ന ക്ലാസ്സല്ലേ. അപ്പം ആ ഒരു എക്സലൻസ് അമിത്ത് കീപ്പ് ചെയ്തു. ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ടും അതാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു സ്വീകരണം കൊടുക്കാനുള്ള മെയിൻ കാരണവും നിങ്ങളിലൂടെ ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം നിങ്ങളിലൂടെയാണ് വരുന്നത്. All the teachers, let me thank all of you because without your guidance, I think nothing will happen. So, thank you very much for helping Amit to get into this particular position right and sitting here with all the distinguished guests. It's a privilege. കേരള രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അമിത് തന്റെ പഠന കാലഘട്ടവും വിജയവഴികളും ബ്രില്യന്റ് അനുഭവങ്ങളും വരും തലമുറയോട് പങ്കുവെക്കുകയാണ്. ജയ് എന്ന സ്വപ്നം കീഴടക്കിയ ജേതാവ് അമിത് ആന്റണിയുടെ വാക്കുകളിലേക്ക്. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റാണ് ഉള്ളത്. ജെയ്മെൻ 2026 എക്സാമിൽ കേരള സെക്കൻഡ് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്കിങ് 263, പെർസെൻറ്റേജ് സ്കോർ 99.987. ജെയ്മെൻ 2026 ഈ സ്വപ്ന തുല്യമായ വിജയങ്ങൾ കരസ്ഥമാക്കിയ അമിത് ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സോ അമിത്, വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇത്ര വലിയൊരു വിജയം എക്സ്പെക്ട് ചെയ്തിരുന്ന? കാരണം കേരള റാങ്ക് 2 സച്ച് എ ബിഗ് തിങ്. ഏകദേശം മാർക്സ് നോക്കിയപ്പോൾ അത്രയും എക്സ്പെക്ട് ചെയ്തു. സോ മാർക്ക് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ട ആ ഒരു കേരള ടോപ്പർ ആണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ഉള്ള ഒരു മൊമെന്റ് ഉണ്ട്. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ആരുടെ കൂടെയാണ് ആ മൊമെന്റ് ഷെയർ ചെയ്തത്? എൻ്റെ അച്ഛനുണ്ട് എൻ്റെ കൂടെ. ഇറ്റ് വാസ് എ റിയലി പ്ലസന്റ്, റിയലി ബ്യൂട്ടിഫുൾ മൊമെന്റ്. തുറക്കുമ്പോൾ 263, ഓൾ ഇന്ത്യ റാങ്ക് 263 അത് കണ്ടപ്പോൾ വെരി ഹാപ്പി. ഓക്കെ, അത് കഴിഞ്ഞ് കേരള ടോപ്പറും കൂടെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും വെരി ഹാപ്പി. ഓക്കെ. അപ്പോൾ അമിത്തിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മളുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് കൊടുക്കാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. സോ മൈ നെയിം ഇസ് അമിത് ആന്റണി. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഇതിനു മുമ്പ്. പിന്നെ 11th ബ്രില്യൻറ്റിൽ ചേർന്നു. ഞാൻ രാജഗിരി പബ്ലിക് സ്കൂളിലായിരുന്നു കളമശ്ശേരിയിൽ. എൻ്റെ അച്ഛൻ്റെ പേര് ജോസഫ് സെബാസ്റ്റ്യൻ ആണ്. ഈസ് എൻ എഞ്ചിനീയർ. ആൻഡ് മൈ മദേഴ്സ് നെയിം ഇസ് ബെറ്റ്സി ആന്റണി. ഷീ ഈസ് എ ഗൈനക്കോളജിസ്റ്റ് അറ്റ് ബാംഗ്ലൂർ.
ഓക്കെ. അപ്പോൾ ബാംഗ്ലൂരാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരാണ്? അപ്പോൾ അച്ഛനാണല്ലേ കൂടെ ഉള്ളത്? ഓക്കെ. അപ്പോൾ അച്ഛൻ അമിത്തിൻ്റെ ഒരു പഠനത്തിനായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത ആളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഈ ഒരു മികച്ച വിജയത്തിൽ? മൈ ഫാദർ വാസ് റിയലി ഹാപ്പി. പിന്നെ അമ്മ വിളിച്ച് പറഞ്ഞ അമ്മയ്ക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടനും കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ഓക്കെ. സോ ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ മൂമെൻ്റ് ആയിരുന്നു. ഓക്കെ. ഏട്ടൻ എവിടെയാണ്? എൻ്റെ ഏട്ടൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ സെമസ്റ്റർ ആണ്. ഫൈനൽ സെമസ്റ്റർ. ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ. ബോയിങ്ങിൽ. ഓക്കെ. അപ്പോൾ അച്ഛൻ എഞ്ചിനീയറാണ്, ചേട്ടൻ എഞ്ചിനീയർ പൂർത്തിയാക്കുന്നു, കോഴ്സ് പൂർത്തിയാക്കുന്നു, ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അനിയനും ജെയ്മെയിൻ കേരള ടോപ്പറായിട്ട് അനിയനും ആ അതേ പാതയിലേക്കാണ് നീങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ആരാണ് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ മോട്ടിവേഷൻ? ഫാമിലി തന്നെ ഉണ്ട്, അപ്പോൾ അത് തന്നെയാണോ മോട്ടിവേഷൻ? എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ലൈക്ക് എനിക്കും തോന്നി ഒരു എഞ്ചിനീയർ ആവാമെന്ന്. പിന്നെ മെഡിസിന് കുറേ 5 വർഷം കോഴ്സ് ഉണ്ടായിരുന്നു, കുറേ സമയം അത് കാരണം എഞ്ചിനീയറിംഗ് നോക്കി. പിന്നെ IIT-കൾ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ലൈക്ക് ഐ വാസ് ഓൾവേസ് വെരി ഇൻസ്പയർഡ് ഓർ മോട്ടിവേറ്റഡ് ടു ഗെറ്റ് ഇൻ ടു IIT. ഓക്കെ. And like I've always wanted a seat in the top 5 IITs for computer science or electrical engineering too. Okay. So you were like so specific about the branches that you want in the future. Yes. അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ലൈക്ക് ഓക്കെ എനിക്ക് ഇന്ന ബ്രാഞ്ചാണ് എനിക്ക് താല്പര്യം, ലൈക്ക് ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദാറ്റ് ഇൻട്രസ്റ്റ്? So I used to like read the newspaper quite often. So അതിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഈ IIT-കൾ കണ്ടു. പിന്നെ അതിൽ കമ്പ്യൂട്ടർ സയൻസ് ടെക്കീസ്, പിന്നെ ബാംഗ്ലൂരിലായ കാരണം a lot of exposure to software Tech giants, engineering. yes. Yeah. So it was unlike looking at this. Yeah, it was a really Okay. So you say you really want to get into any of the top 5 IITs. Yes. Any specific IIT that you have in mind you would love to get an admission? IIT Bombay, of course. IIT Bombay. because- Why? That's also a very specific answer from Amit. Why IIT Bombay? Because it's just the best. It's one of the most acclaimed, colleges in India. So IIT Bombay is like the ultimate, as far as I can see right now, the ultimate IIT. In India. Yeah. Okay, that's great. അപ്പോൾ IIT ബോംബെയിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ലെറ്റ്സ് കം ബാക്ക് ടു യുവർ സ്റ്റഡീസ്. എങ്ങനെയായിരുന്നു അമിത്തിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ? ലൈക്ക് യു ഹാവ് 3 സബ്ജക്ട്സ് ഓഫ് കോഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. എങ്ങനെയാണ് ഈ 3 സബ്ജക്റ്റിനെയും അമിത് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അമിത്തിൻ്റെ ഒരു സ്ട്രാറ്റജി? സോ ആദ്യം തന്നെ കെമിസ്ട്രിയാണ് റാങ്ക് ഡിസൈഡിങ്. സോ കെമിസ്ട്രിക്ക് NCERT മതി. ലൈക്ക് മെയിൻസിന് NCERT തന്നെ മതി. ലൈക്ക് കെമിസ്ട്രിക്ക് NCERT നല്ലോണം വായിച്ചാൽ ഇനോർഗാനിക്കും ഓർഗാനിക്കും അത് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. Then you have physics. Yeah, but in chemistry there are many like equations and formulas and all, right? Yes. So I mean, most of them in organic chemistry you have no other option but to like by heart them. You can try to understand the concepts behind them, but in the end you have to remember the formula. Okay. So you have to know that. So And it's out and out by hearting things. but no, only for chemistry. inorganic. Physical chemistry, it's very physics related. Okay. So there are a lot of calculations and a lot of like theory behind it. In Okay. chapters like chemical kinetics, electrochemistry, and organic chemistry is full of mechanisms. So you've got to be very thorough with the mechanisms to succeed in organic chemistry. It's more theory oriented. Yeah. Okay. And coming to physics. Physics is just you have to have ideas. Like you've got to like analyze the situation, and sometimes it'll take some time. But then if you spend maybe like 2 minutes analyzing the question, and then you'll only need the remaining 1 minute to solve it. So Okay. you just have to analyze there are a lot of like analytical things like rotational motion and capacitance, stuff like that. So you've just got to analyze the question and just do it. And maths is mostly just you've got to do a lot of questions and pick up a few ideas from various chapters. Like integration, NCERT, and other chapters you just have brilliant reference books too, and you can refer to brilliant mock tests too after you're done with each exam or each chapter. Okay. So out of these 3, which is your favorite subject? Physics. Physics. That's Yeah. also very spontaneous answer. Like Amit is not thinking. ചിന്തിക്കുന്നതല്ല, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ലൈക്ക് ക്ലിയർ കട്ട് വിഷൻ ഉണ്ട്. വൈ ഫിസിക്സ്? Because as I said, physics is just really beautiful. Like each question has some sort of underlying concept inside it, and like sometimes they merge many chapters together, and it's like a puzzle. You have to like unpack each part of the question, and you've got to solve it. So Each time you unpack it, there is a satisfaction that you're Satisfaction, getting. there's a particular satisfaction. Fine. Okay. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ റെഫറൻസ് ബുക്സിനെ പറ്റി പറഞ്ഞു. അത് മാത്രമല്ല, കാരണം ബ്രില്യൻറ്റ് ഒരു വിദ്യാർത്ഥിക്ക്, അതിപ്പോൾ ജെയ്മെയിൻ ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ,
ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്. ലെറ്റ് ബി ദ റെഫറൻസ്, ലെറ്റ് ബി ദ ലൈബ്രറീസ്, ലെറ്റ് ബി ദി ന്യൂമറസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഗെറ്റ് ഓൺ യുവർ ടാബ്സ്, അങ്ങനെ പലതും. ഓക്കെ, ഇതിലേതാണ് അമിത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത് അമിത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം? ബ്രില്യൻറ്റിൻ്റെ ആക്സസ് ടു ദ ലൈബ്രറി. ആ ലൈബ്രറി, it's a very big library and lots of books and like lots of very good reference books. അപ്പോൾ അത് നോക്കി പഠിച്ച്, പിന്നെ ബ്രില്യൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ്, PYQs, ബ്രില്യൻറ്റ് ടാബിൽ PYQs മോക്ക് ടെസ്റ്റ് കിട്ടും. അതും ലൈക്ക് ദാറ്റ്സ് ഓൾ വെരി യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ. ഓക്കെ, സോ ഒബ്വിയസ്ലി യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ? 2025-24 ഒക്കെ ജെയ്മെയിൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ വൈൽ ഡൂയിങ് ദോസ്, അല്ലെങ്കിൽ ഇപ്പോൾ ജെയ്മെയിൻ 2026 ശേഷം ആ എഴുതിയ അല്ലെങ്കിൽ ആ പരിശീലിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എന്തെല്ലാമാണ് ജെയ്മെയിൻ 2026 കാണാൻ സാധിച്ചത്? ലൈക്ക് ഡിഡ് യു സീ എനി പാറ്റേൺ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്? Yeah, I mean, mostly the pattern was very similar to the first session's papers. The first session's papers had a lot of questions on theoretical questions on inorganic, which you'll only get with like very deep reference to the NCERTs. Okay. So you had to make sure you read the NCERTs thoroughly. But if you did, you'd get a really good marks because you wouldn't get them wrong if you know the theory and if you get them right. Okay, yes. And what do you have to say to Brilliant? I thank Brilliant for its facilities, its teachers, its mock tests, and they have been very helpful and motivating. And it's been a wonderful journey. And yeah, I really thank all the. അപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ സെൻറ്ററുകളിലൊക്കെ ഒന്ന് നിങ്ങളോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. ആ ഒരു മൊമെൻ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Very proud moments because when the director comes and says, when Stephen Sir particularly comes and says, yeah, he's got so and so rank or so and so marks, it's really proud. It's really proud for me because, yeah, I mean, I didn't expect all this. I didn't expect such results. Okay. So JMain preparation is not just about thoroughly studying and getting fully into the academics. There are also many other factors like both mental and physical factors that you need to consider. എന്തെല്ലാമാണ് ആസ് എ ജെ ആസ്പിറൻറ്റ് ഇതിപ്പോൾ ക്ലിയർ ചെയ്ത് ഇത്രയും വലിയൊരു വിജയം നേടിയിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ടുവേർഡ്സ് എ ജെ ആസ്പിറൻറ്റ് വാട്ട് ആർ യുവർ അഡ്വൈസസ് ഓർ വാട്ട് ആർ ദ തിങ്സ് ഐ നീഡ് ടു ലുക്ക് ഔട്ട് ഫോർ റാദർ ദാൻ യുവർ സ്റ്റഡീസ്? You should really make sure you don't get too let down. Sometimes the results might not go your way. So you've just got to take it in your stride and you've just got to make sure you just go ahead no matter what comes ahead. Because sometimes you might get some really low marks in the tests. Okay. But the main thing is you should just put your head down and continue working. Okay. Have you been to any such situations? So like if your marks go down, you should just make sure you just don't let it get into your head and you should just continue on no matter what. And അമിത് അത് ചെയ്ത ഒരു മെത്തേഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇൻ കേസ് ഓക്കെ എനിക്കിപ്പോൾ മാർക്ക് കുറഞ്ഞു, ലൈക്ക് എനിക്കത് തിരിച്ചത് ബിൽഡപ്പ് ചെയ്ത് വരണം, അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ആ ഒരു ബിൽഡപ്പ് ചെയ്ത് വരുന്നതിനായിട്ട് അമിത് യൂസ് ചെയ്തിരുന്നോ? just think about your goal, your dream, your IITs. ഓക്കെ, അത് തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. Like at the end of 2 years എല്ലാം കഴിഞ്ഞിട്ട് ഒരു IIT-ലെത്താൻ ആ സാറ്റിസ്ഫാക്ഷൻ, അത് തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഓക്കെ ഓക്കെ. The next important thing is sleep. ഓക്കെ. You've got to make sure you sleep at least 6 or 6.5 hours. Sleeping less than that, and I've seen a lot of people do that, is not good because your brain just won't function as well. You've got to make sure you get enough sleep. And you've got to make sure you sleep well, and you should just make sure that nothing affects your mental health because mental health is something that's really hard to preserve throughout the 2 years, and it's very rough. ഓക്കെ. അപ്പോൾ ഡ്രീം ക്യാമ്പസ് IIT ബോംബെ എന്ന് പറയുന്ന ഡ്രീം ബ്രാഞ്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ IT കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു. സോ വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം, ലൈക്ക് വാട്ട് ഡു യു അസ്പയർ ടു ബി? I aspire to be just a software engineer into the research field of it. Okay. So like into back-end programming, stuff like that. Or maybe even AI and machine learning. Yeah, that's got a That's really a really much new potential. field, and it's a field with a lot of potential. And I'm looking into that. I mean, with exposure to like Bangalore and stuff. യെസ്. ഫാമിലി ഒക്കെ അവിടെ ബേസ്ഡ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ദർ വിൽ ബി എ ഹ്യൂജ് എക്സ്പോഷർ. ഓക്കെ. അപ്പോൾ ജെയ് മെയിൻസ് കഴിഞ്ഞു, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ IIT-യിലൊക്കെ എത്താൻ വേണ്ടി ശരിക്കും ജെയ് മെയിൻസ് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ പോർട്ടൽ ദാറ്റ്സ് അല്ലേ എന്തിനേക്കുള്ളത് ജെ അഡ്വാൻസിലേക്കുള്ളത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ജെ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എന്നറിയാം. എത്രത്തോളം എത്തി നിൽക്കുന്നു? ഇപ്പോൾ ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു 3 ടെസ്റ്റ്. ഓക്കെ. എല്ലാ ആഴ്ച 3 ടെസ്റ്റ് കൺസിസ്റ്റൻ്റ് ചെയ്തിട്ട് പിന്നെ കുറേ തിയറി പഠിക്കുക. ബിക്കോസ് ജെ അഡ്വാൻസിന് ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ
the problems institute, they have got to have good quality. So കുറച്ചൊരു ലൈക്ക് ഇന്ത്യയിലെ തന്നെ ഓർ ഇഫ് നോട്ട് വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് Exams. എൻട്രൻസ് എക്സാംസ് ആണ് ജെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് തന്നെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ജെ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എന്ന് അമിത് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ സമയം അമിത്തിൻ്റെ എടുക്കുന്നില്ല. തിരിച്ചു ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള, റീസ്റ്റാർട്ടല്ല, ഓൺ ഗോയിങ് ആണ്. അത് ചെന്നിട്ട് അതിലേക്ക് വീണ്ടും കടക്കാനുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് ബിഗ് വിൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ജെ അഡ്വാൻസ്ഡ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.